പഹൽഗാം മറക്കാനാവാത്ത മുറിവാണത്. കാശ്മീരിൻ്റെ മണ്ണിൽ ചോര വീഴുന്നത് ആദ്യമല്ല. പക്ഷേ ഈ ചോര വീണതിന് ചില ഞെട്ടിപ്പിക്കുന്ന വേദനയുടെ കഥകൾ കൂടിയുണ്ട്. കാരണം അവിടെ കൊല്ലപ്പെട്ടവരാരും സൈനികരായിരുന്നില്ല. സൈനികരുണ്ടായിരുന്നു, പക്ഷേ സൈനികരായിട്ട് ജോലി ചെയ്യവേ അല്ല കൊല്ലപ്പെട്ടത്. പകരം കുടുംബത്തോടൊപ്പം മധുവിധുവിന് വന്നവരും വിശ്രമ ജീവിതത്തിൻ്റെ ഭാഗമായി പെൻഷൻ പറ്റിയതിന് ശേഷം കുടുംബത്തോടൊപ്പം വന്നവരും ഒക്കെ ആയിരുന്നു ആ സൈനികർ. പക്ഷേ പല കുടുംബങ്ങളുടെയും മുന്നിൽ പേര് ചോദിച്ച്, ജാതി ചോദിച്ച്, മതം ചോദിച്ച് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വിവസ്ത്രരാക്കി പരിശോധിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. പഹൽഗാം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുറിവാണ്. ഇന്ത്യൻ ജനതയ്ക്ക് അത് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തിരിച്ചടികളെ പറ്റി നിരന്തരം ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇടവേളകളില്ലാതെ നിരന്തരമായി ആ കാര്യത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം ഇതാണ്: ഇന്ത്യക്ക് വലിയ മുറിവ് പഹൽഗാമിൽ നിന്നുണ്ടായി. ഒരു കാര്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടുത്തെ പ്രദേശവാസികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത്. അവിടുത്തെ പ്രദേശവാസികളിൽ മിക്കവരും ഈ പറയുന്ന വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ നിത്യമായ തൊഴിലിനെ ബാധിക്കുന്നതാണ് ഭീകരവാദികളുടെ പ്രവർത്തനം. പക്ഷെ ചിലർക്കെങ്കിലും ഇവിടെ പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പഹൽഗാമിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതിൽ പ്രധാനമായി പറയുന്നത് NIAയുടെ അന്വേഷണം നടക്കുകയാണ്. പ്രദേശവാസിയായ കട നടത്തുന്ന ഒരാളെ NIA ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവ ദിവസം ഇയാൾ കട തുറന്നിട്ടില്ലായിരുന്നു. ഇയാളെ NIAയും മറ്റ് കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിനോടകം 100ഓളം പ്രദേശവാസികളെ NIA ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ വ്യാപാരിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. അതായത് ഇയാൾക്ക് ഭീകരരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചുറപ്പിച്ചതിന് ശേഷമാണ് NIA ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിനാണെങ്കിൽ അവിടുത്തെ 100ഓളം പ്രദേശവാസികളെ നേരത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇയാൾക്ക് കൃത്യമായ പങ്ക് ഇതിനകത്തുണ്ട് എന്നുള്ളതിൻ്റെ എന്തെങ്കിലും സൂചന ലഭിക്കാതെ NIA അങ്ങനെ ഒരു നിലപാടെടുക്കില്ല. കാരണം അന്വേഷിച്ചതിന് ശേഷമാണെന്ന് വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഭീകരാക്രമണത്തിന് സേനകൾ അതേസമയം മറുപടി നൽകാൻ ഒരുങ്ങുന്നുണ്ട്. കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് മറുപടി നൽകുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന് ചെറിയ സൂചനകളുണ്ട്. ഇന്ത്യ ഒരു ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിരന്തരമായി അവർ ആണവ ഭീഷണിയും മുഴക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാവുന്നുള്ളത്, പാകിസ്ഥാൻ ഈ പറയുന്ന ശേഷിയില്ല. നമ്മളെ ആക്രമിക്കാനുള്ള ശേഷി പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യക്ക് കൃത്യമായ ബോധ്യം ഈ കാര്യത്തിനകത്തുണ്ട്. ഇന്ത്യയുടെ ഭരണാധികാരികൾ അമിത്ഷായും മോദിയും അടക്കം ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുമുണ്ട്. അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ തയ്യാറെടുപ്പുകൾ സൈന്യങ്ങൾക്ക് നടത്താനായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ മറുപടി നൽകാനൊരുങ്ങിയാണ് കര, നാവിക, വ്യോമസേനകൾ. 45 മിസൈൽ ലോഞ്ചറുകളടക്കം പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കര വാങ്ങും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് കരസേന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്. 45 ലോഞ്ചറുകൾ, 85 മിസൈലുകൾ എന്നിവ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് കരസേനയുടെ ഭാഗമാവുക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കൃത്യമായ പ്രവർത്തനങ്ങൾ ഒരുങ്ങുന്നത്. പ്രധാനമായും വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും പാകിസ്ഥാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ കൂടുതലും സമഗ്രമായി ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളോ ഇല്ലെങ്കിൽ ബോംബറുകളോ ഒക്കെ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ മിസൈലുകൾ അയക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ തകർക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടാണ് ഈ 45 ലോഞ്ചറുകളും 85 മിസൈലുകൾ അടങ്ങുന്ന പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ
വാങ്ങുന്നത്. അത് വലിയൊരു നീക്കമാണ്. പ്രതിരോധ മേഖലയിൽ നമുക്ക് തീർക്കാൻ കഴിയുന്ന ഒരു വലിയ കരുത്താണത് എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനം. ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ പക്കലില്ല. പാകിസ്ഥാൻ്റെ പക്കലുള്ളത് ചൈന നൽകിയ ചില വെടിക്കോപ്പുകളാണ്. പക്ഷേ ഈ വെടിക്കോപ്പുകളുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് അത് കാലത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ ഈ പറയുന്ന അപ്ഡേഷൻ്റെ ഒരു വലിയ പോരായ്മ അതിന് സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പലതും കാലഹരണപ്പെട്ടതാണ്, പലതും പ്രവർത്തിക്കാത്തതോ ഉപയോഗശൂന്യമായതോ ഒക്കെയാണ്. പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങൾ നടത്താറില്ല. ഇന്ത്യ പൊതുവെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഈ പ്രതിരോധ മേഖലയിലും ആയുധത്തിൻ്റെ കാര്യങ്ങളിലുമെല്ലാം ഇന്ത്യ കൃത്യമായ അപ്ഡേഷനുകൾ നൽകും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നൽകുന്ന അപ്ഡേഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മിസൈൽ സംവിധാനം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണം, ഇതിൽ എന്തൊക്കെ പോരായ്മകളുണ്ടെന്നുള്ള നിരന്തര പരീക്ഷണത്തിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതായത് അഗ്നി സീരീസ് മിസൈലുകളുടെ പ്രത്യേകത അതാണ്. അതിൻ്റെ ദൈർഘ്യം, അത് ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള കാര്യം, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഇന്ത്യ തൻ്റെ മിസൈൽ സംവിധാനങ്ങളെ എല്ലാം തന്നെ നവീകരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന് അങ്ങനെ നവീകരിക്കുന്ന ഒരു ശീലമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ്റെ കയ്യിലുള്ള പല ആയുധങ്ങളും, ഇപ്പോൾ അസോൾട്ട് റൈഫിളുകൾ, ദീർഘദൂരം ഫയർ ചെയ്യാൻ കഴിയുന്ന, അതായത് 500 മീറ്റർ വരെ ഫയർ ചെയ്യാൻ കഴിയുന്ന, വെടിവെക്കാൻ കഴിയുന്ന പല വെപ്പണുകളും അവരുടെ കയ്യിലുള്ളത് പോരായ്മകൾ ഒരുപാടുള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയതാണ്, പലപ്പോഴും ചൈന സംഭാവന ചെയ്യുന്നത്. പക്ഷേ ചൈന ഏറ്റവും മോശം സാധനങ്ങളാണ് എപ്പോഴും പാകിസ്ഥാൻ നൽകുന്നത്. കാരണം പാകിസ്ഥാൻ പണം നൽകാൻ ശേഷിയുള്ള ഒരു രാജ്യമല്ല, കടക്കടിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് നൽകപ്പെടുന്നതെല്ലാം തന്നെ വലിയ പോരായ്മകളുള്ള ആയുധങ്ങളാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അറബിക്കടലിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി പടക്കപ്പുകളുടെ ചിത്രം നാവികസേന അവരുടെ വെബ്സൈറ്റ് വഴി പുറത്തുവിട്ടിരുന്നു. ഗംഗ എക്സ്പ്രസ് വേയിലും എയർ സ്ട്രിപ്പിലും രാത്രിയിലും യുദ്ധവിമാനങ്ങൾ ലാൻഡിംഗ് നടത്തി വ്യോമസേന അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ പടക്കോപ്പുകൾ അതിർത്തി പ്രദേശത്ത് വിന്യസിച്ച് എന്തിനും തയ്യാറാണെന്ന സന്ദേശവും കരസേന നൽകുന്നുണ്ട്. നമ്മളുടെ അതിർത്തികൾ, അതായത് കാശ്മീർ മേഖല, പഞ്ചാബ് മേഖല, രാജസ്ഥാൻ മേഖല, ഈ മേഖലകളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള സൈനിക വിന്യാസം ഇന്ത്യ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി നടത്തുന്നുണ്ട്. ഈ സൈനിക വിന്യാസത്തിൻ്റെ ഭാഗമായി ആയുധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ഇന്ത്യൻ ഫീൽഡ് ഗണ്ണുകൾ എന്ന് പറയപ്പെടുന്ന വലിയ പീരങ്കികൾ ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ചുള്ള വലിയ ഷെല്ലിംഗ് സംവിധാനങ്ങളൊക്കെ ഇന്ത്യ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകാൻ കഴിയും. പക്ഷേ ഒരു കാര്യം കൂടി ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങൾ ചിലപ്പോൾ പാകിസ്ഥാനെ കബളിപ്പിക്കാനായിരിക്കും, മറ്റൊരു തരത്തിലായിരിക്കും ഇന്ത്യ പാകിസ്ഥാന് മേൽ ആക്രമണം നടത്തുക എന്നുള്ളതും ഇതിൽ പ്രധാനമാണ്. കാണിക്കുന്നതോ അല്ല ഇവൻ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യ എന്ത് ചെയ്യും എന്നുള്ളത് പറയാൻ കഴിയില്ല, അത് പ്രവചനാതീതമാണ്. ഓരോ നിമിഷവും ഇന്ത്യയുടെ കരുത്ത് ആ വിധത്തിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിൻ്റെ നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പാകിസ്ഥാനെ കനത്ത പ്രഹരമേൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആഭ്യന്തരമായി അന്വേഷണങ്ങൾ പഹൽഗാമിനെ ചുറ്റി അതിനെപ്പറ്റി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തിയിലും പാകിസ്ഥാനെതിരെയും കൃത്യമായ മറുപടിക്കുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.